ഞാൻ തുടരുക. ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ടെലിഫോണിലായിരുന്നു. ജോർജ് ജോസഫ്, ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുന്നു. ചില തെളിവുകൾ സിദ്ദിഖിന് എതിരായി അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അറസ്റ്റിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ? അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും, അതിന് സംശയമൊന്നുമില്ല. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യും, കസ്റ്റഡി വാങ്ങും, റിമാൻഡ് ചെയ്യും. റിമാൻഡിൽ കിടക്കും. അന്വേഷണം കുറച്ച് പുരോഗമിച്ച ശേഷം മാത്രമേ സിദ്ദിഖിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. പക്ഷെ പോലീസ് ഇതുവരെ എടുത്തിരിക്കുന്ന എവിഡൻസ് മുഴുവൻ സിദ്ദിഖിന് എതിരാണ്. സിദ്ദിഖിന് ഡിഫൻസ് ഹൈക്കോടതി ശരിയായില്ല, പാളിപ്പോയി. ആ ഡിഫൻസില് ടോട്ടൽ ഡിനയലാണ്. പക്ഷെ എവിഡൻസ് സിദ്ദിഖിന് എതിരാണ്. ആ പെൺകുട്ടി പറഞ്ഞത് മുഴുവൻ സാഹചര്യ തെളിവുകളും പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% ശരിയായി വന്നിരിക്കുന്നു. നിള തിയേറ്ററിൽ വെച്ച് സിദ്ദിഖിന്റെ സിനിമയുടെ പ്രിവ്യൂ നടത്തുന്ന സമയത്ത് കുട്ടി വന്നു. കുട്ടിയുടെ മാതാപിതാക്കളുണ്ട്, ഒരു സുഹൃത്തുണ്ട്. അതിനുശേഷം മസ്കറ്റ് ഹോട്ടലിലെ 101 നമ്പർ മുറിയിലേക്ക് ക്ഷണിച്ചു. കുട്ടി അവിടെ കൊണ്ട് വിട്ടു മാതാപിതാക്കളും. അപ്പൊ അവിടെ വെച്ചാണ് പീഡിപ്പിച്ചത്. പീഡിപ്പിച്ച ശേഷം നന്നായിട്ട് മൃഷ്ടാന്ന ഭക്ഷണം കഴിച്ചു. അതിന്റെ ആ ഭക്ഷണത്തില് കഴിച്ച തൈര്, മീൻകറി, എല്ലാ കാര്യവും കുട്ടി പറഞ്ഞു. ഇപ്പൊ പിന്നിനകത്തും അത് വന്നു കഴിഞ്ഞു. അപ്പം സാഹചര്യ തെളിവും മൊഴികളും എല്ലാം വളരെ സ്ട്രോങ് ആണ്. സിദ്ദിഖിന് എതിരാണ്. ഹൈക്കോടതി അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിശ്ചയിച്ചത്. ഇപ്പോൾ ഇനി പോലീസ് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്ത ശേഷം ഈ തെളിവുകളെല്ലാം കൺഫ്രണ്ട് ചെയ്യും. അതിനുശേഷം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്യും, കോടതി പ്രൊഡ്യൂസ് ചെയ്യും, റിമാൻഡ് ചെയ്യും. റിമാൻഡ് സമയത്ത് കസ്റ്റഡി വാങ്ങും. അതിനുശേഷം പിന്നീട് അന്വേഷണത്തിന്റെ പുരോഗതി അനുസരിച്ച് ഇരിക്കും ജാമ്യം ലഭിക്കുന്നത്. എന്തായാലും കുറെ ദിവസം റിമാൻഡിൽ കഴിയേണ്ടി വരും, അതിന് യാതൊരു സംശയമില്ല. അത് എത്ര വേണേലും 90 ദിവസം വരെ നീളാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ദിലീപിന്റെ അനുഭവം നമുക്കറിയാമല്ലോ. അന്ന് ദിലീപിനെ കൃത്യമായി പോയി സപ്പോർട്ട് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പോയി അതൊക്കെ കള്ളക്കേസാണെന്ന് പറഞ്ഞ വ്യക്തിയാണിത്. എന്തായാലും മഹാനടന്മാരൊക്കെ അവർ വിചാരിക്കുന്ന അവർ ഏതോ ഒരു പൊസിഷനിൽ ചെന്ന് അവരെ ആരും തൊടില്ല എന്നൊരു ധാരണയുണ്ട്. അത് ശരിയല്ല, ഇപ്പൊ ക്ലിയർ ആയി. ഈ ഓരോ പരാതികൾക്കും വ്യത്യസ്ത സ്വഭാവം കൂടിയുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ജയസൂര്യക്കെതിരെ പരാതിയുണ്ട്, മുകേഷിനെതിരെ പരാതിയുണ്ട്, സിദ്ദിഖിനെതിരെ പരാതിയുണ്ട്. പക്ഷേ ഇതിൽ ഈ സിദ്ദിഖിന്റെ കുറച്ചുകൂടി സ്ട്രോങ് ആണെന്ന് തോന്നുന്നല്ലേ കാര്യങ്ങൾ? ജയസൂര്യയുടെയൊക്കെ കുറച്ചുകൂടി ഡിഫെൻഡ് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സിദ്ദിഖിൻ്റെതിൽ കൃത്യമായ എവിഡൻസ് നമുക്ക് പുറത്തു വരുന്ന വിവരം വെച്ചിട്ട് SIT കിട്ടിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാനങ്ങനെ കരുതുന്നില്ല. ഓരോ നടന്മാർക്കും ഇപ്പം പ്രാഥമികമായ എവിഡൻസ് ഉണ്ട്. ആ എവിഡൻസ് വെച്ചിട്ടാണ് ഇപ്പൊ അവർ ജാമ്യത്തിൽ നിൽക്കുന്നത്. പോലീസ് ഏതായാലും ഇനി വരുന്ന അവരുടെ അതിനകത്ത് ഇതുപോലെ ഇപ്പോഴത്തെ മ്യൂസിയം പോലീസ് അന്വേഷിച്ച പോലെ തന്നെ എവിഡൻസ് കയറി വരും. ആ സന്ദർഭത്തിൽ അവരുടെ ജാമ്യം ക്യാൻസൽ ചെയ്യേണ്ടി വരും. അവർക്ക് ഇപ്പോൾ ലഭിച്ച ആ ജാമ്യം, ആ എവിഡൻസ് സ്ട്രോങ് ആയി പോലീസിന് ലഭിക്കുന്നെങ്കിൽ ജാമ്യം ക്യാൻസൽ ചെയ്തേ പറ്റുള്ളൂ. അല്ല, ഹൈക്കോടതി പോകും, ജാമ്യം ക്യാൻസൽ ചെയ്യും. പള്ളിയിൽ പക്ഷപാതം കാണിക്കാൻ പറ്റില്ലല്ലോ. ഇത് സിദ്ദിഖിന്റെ ആ കുട്ടി അന്ന് മൈനർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. 2016 ഈ സംഭവം ഉണ്ടായത്. 2019 ഈ കുട്ടി ഇവർ വെളിപ്പെടുത്തി എന്ന് പറയുന്നു. മൈനറാണ് എന്ന് കരുതാനാവില്ല. അതായത് 8 വർഷം മുൻപാണ്. 8 വർഷം മുമ്പ് ആ കുട്ടിക്ക് ഇപ്പൊ 25-26 വയസ്സെങ്ങനെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അന്ന് മൈനർ ആയിരുന്നു. 2016 പീഡനം നടക്കുമ്പോൾ മൈനറാണ്. പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് 18 വയസ്സിനകത്തുള്ളൂ. മൈനർ എന്ന് പറഞ്ഞാൽ 18 വയസ്സിനകം, 17 വയസ്സുള്ളതാണ് ഞാൻ മനസ്സിലാകുന്നത്. അത് അങ്ങനെയല്ല അതിന്റെ കാര്യങ്ങൾ. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് മൈനറാണ്. 376-ഉം 506-മാണ് സാർ വകുപ്പുകൾ. 376-506. അതെ. രണ്ടും നോൺ ബെയിലബിളാണ്. ലൈഫ് ഇംപ്രൂവ്മെന്റ് വരെ കിട്ടാനുള്ള 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ നീണ്ടേക്കാവുന്നതുമായ തടവും പിഴയും ശിക്ഷ. 506-ലാണെങ്കിൽ 2 വർഷം തടവോ പിഴയോ രണ്ടും കൂടിയ ശിക്ഷയോ, അങ്ങനെയാണ് മനസ്സിലായിരിക്കുന്നത്. അതെ, എന്തായാലും 10 വർഷത്തിൽ മിനിമം ലഭിക്കും. അത് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങള്. കമ്മീഷനില്ലാത്ത ഇതുപോലെ 20 പേരുടെ മൊഴി വരുന്നുണ്ട്. അത് ഇപ്പം പ്രാഥമികമായിട്ട് ചിലപ്പോൾ എവിഡൻസ് കുറവാണെന്ന് പലർക്കും തോന്നും. എല്ലാവരും ഈ രീതിയിൽ തന്നെ പോകുന്നതാണ് എന്റെ ഒരു കണക്കൂട്ടൽ. കാരണം പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ പോലെ ഇരിക്കും.
ഇതിനകത്ത് കൃത്യമായ എവിഡൻസ് എല്ലാം വന്നു കഴിഞ്ഞു. അതുപോലെ എല്ലാ കേസിലും ഉണ്ടാവുമല്ലോ. പക്ഷെ ആ എവിഡൻസ് പോലീസ് കണ്ടെത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മികവ് പോലെ ഇരിക്കും കാര്യങ്ങൾ. നന്ദി ശ്രീ ജോർജ് ജോസഫ്.